ഇനി വയനാടിന്റെ ഒരു പൊതുചിത്രം ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. വയനാട് പനമരത്ത് പുഴ കര കവിഞ്ഞതിനെ തുടർന്ന് നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ആകാശ ദൃശ്യങ്ങളും തലപ്പുഴ കുത്തിയൊലിക്കുന്ന ഭീകര ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അത് കാണാം. വയനാട്ടിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ഒരു 9 മണി മുതൽ ഉച്ചവരെ നിർത്താതെ മഴ പെയ്തു. ഇന്നലെ തന്നെ കനത്ത മഴയുണ്ട്. അങ്ങനെയാണ് പനമരം പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായത്. നിലവിൽ പനമരം ടൗണിനോടടുത്ത മേഖലകളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി ഏറ്റവും കൂടുതലുള്ളത്. പനമരം ടൗണിൽ നിന്നുള്ള പഴയ നടവയൽ റോഡ് കടന്നു പോകുന്ന ജനവാസ മേഖലയിൽ വീടുകൾക്കടുത്തുവരെ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ നിലവിൽ ഉള്ള നടവയൽ റോഡിൻ്റെ ഇരുഭാഗത്തും വെള്ളമാണ്. അവിടെ ഒരു ഓഡിറ്റോറിയം, അതുപോലെ പള്ളി, മദ്രസ കെട്ടിടങ്ങളൊക്കെ വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. പനമരം ചെറിയ പുഴയും വലിയ പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെയാണ് പാടശേഖരങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞത്. ഇപ്പോൾ ചീക്കല്ലൂർ പാടശേഖരം, അതുപോലെ നീരട്ടാടി മേഖല ഒക്കെ വയലുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഈ പ്രദേശത്തു നിന്നൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പരക്കുനി കോളനിയിൽ നിന്നുൾപ്പെടെ ആളുകളെ പനമരം ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രളയകാലത്ത് വലിയ രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്ന പ്രദേശമാണ് പനമരം. ടൗണിന് ചുറ്റും നെൽവയലുകളായിരുന്നു. ടൗൺ വികസിച്ചതോടെ പല പ്രദേശങ്ങളും ജനവാസ മേഖലകളായി മാറി. കെട്ടിടങ്ങളും വീടുകളുമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ രീതിയിൽ വെള്ളം പൊങ്ങുമ്പോൾ ആളുകൾ വലിയ ഭീഷണിയിലാവുകയാണ്. വീടുകൾക്ക് ചുറ്റുമൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആളുകളെ കൂടുതലായി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 2018 പ്രളയത്തിന് ശേഷം പല ഭാഗത്തു നിന്നും ആളുകളെ സ്ഥിരമായി തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പക്ഷേ ആ പ്രദേശങ്ങളിൽ പിന്നെയും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വീണ്ടും മാറ്റിപ്പാർപ്പിക്കുകയാണ്. ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്, മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ബോട്ടടക്കം ഇറക്കിയ ആളുകളെ പല സ്ഥലത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. സമാനമായ സാഹചര്യമാണ് മാനന്തവാടി വള്ളിയൂർക്കാവ് മേഖലയിലുമുള്ളത്. അവിടെയും വെള്ളപ്പൊക്ക ഭീഷണിയാണ്. പനമരത്ത് നിന്ന് കൊയിലേരി വഴി മാനന്തവാടിക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശവും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. വള്ളിയൂർക്കാവിലെ താഴേക്കാവിന് ചുറ്റും വെള്ളം നിൽക്കുന്ന സാഹചര്യമുണ്ട്. കൊയിലേരി റോഡിൻ്റെ അരിക് ഇടിഞ്ഞ് ഗതാഗതത്തിനും ഭീഷണിയുണ്ട്. എന്തായാലും മഴ ഇനിയും ശക്തമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളപ്പൊക്ക ഭീഷണി കൂടുതൽ രൂക്ഷമാകും. പ്രത്യേകിച്ച് പനമരം, വെണ്ണിയോട്, ഈ കൊയിലേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മാനന്തവാടി പുഴയുടെയും പനമരം പുഴയുടെയും ഇരു കരകളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസകരമായൊരു സാഹചര്യം, ബാണാസുര സാഗർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും കുറഞ്ഞു തന്നെയാണ്. അവിടെ ഡാം നിറയുന്നൊരു സാഹചര്യം ഉടനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡാം ഷട്ടർ തുറക്കുന്ന സാഹചര്യമില്ല. മുൻപ് പ്രളയകാലത്ത് ബാണാസുര സാഗർ ഡാം പെട്ടെന്ന് തുറന്നതോടെയാണ് ഈ പനമരം, മാനന്തവാടി മേഖലകൾ ആകെ വെള്ളത്തിനടിയിലായത്. അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റൊന്ന്, ഈ കബനി നദിയിലൂടെ ഈ വയനാട്ടിലെ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ്. കർണാടകയിലെ മൈസൂർ ജില്ലയിലുള്ള അണക്കെട്ട്. ഇവിടുത്തെ മഴ സാഹചര്യം, ഇവിടെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും കബനിയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലും ബീച്ചനഹള്ളി അണക്കെട്ടിൻ്റെ 3 ഷട്ടറുകൾ ഇന്നലെ തന്നെ കർണാടക അധികൃതർ തുറന്നിട്ടുണ്ട്. നിലവിൽ മൈസൂർ, വയനാട് ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കോർഡിനേഷൻ ഉണ്ട്. അത് പ്രളയകാലത്തിന് ശേഷം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കബനിയിൽ വെള്ളം ഉയരുന്നതിനനുസരിച്ച് ബീച്ചനഹള്ളി അണക്കെട്ടിലെ ജലനിരപ്പ് അവർ ക്രമീകരിക്കുന്നുണ്ട്. അതും ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി കുറയാനുള്ള അനുകൂല സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നില്ല. അത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റ് ഒരു പ്രദേശം, വയനാട്ടിൽ ഏറ്റവും ശക്തമായി മഴ പെയ്തത് തലപ്പുഴയിലാണ്. തലപ്പുഴ മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്ത പല വീടുകളും വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഗ്രാമീണ റോഡുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. പാലങ്ങളും റോഡുകളും മുങ്ങിയിട്ടുണ്ട്. റോഡുകളിലൂടെ അടക്കം വെള്ളം കുത്തിയൊലിക്കുന്ന സാഹചര്യമുണ്ട്. വാളാട് പുഴയിൽ, ഈ പേരിയ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് ഒഴുകി വന്ന് മാനന്തവാടി പുഴയിലേക്ക് എത്തുന്ന കൈവഴിയാണ് വാളാട് പുഴ. വാളാട് പുഴയിൽ ശക്തമായ നീരൊഴുക്കാണുള്ളത്. അതാണ് ഈ തലപ്പുഴ മേഖലയിലൊക്കെ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം. തലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം, കമ്പിപ്പാലത്തിന് സമീപത്തൊക്കെയാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളത്. ഈ പേരിയ പ്രദേശം, അതായത് തവിഞ്ഞാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തവിഞ്ഞാൽ, തൊണ്ടർനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ആ പ്രദേശത്ത് ഇന്നും മഴയുണ്ട്. അതാണ് ഈ വാളാട് പുഴയിലേക്ക് ജലനിരപ്പ് ഉയരാൻ ഉള്ള കാരണം. ഈ വാളാട് പുഴയിലെ വെള്ളവും മാനന്തവാടി പുഴയിലേക്കാണ് ഒഴുകിയെത്തുക. അത് ഈ ഭാഗത്തും വെള്ളം ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. എന്തായാലും ഇനിയും കനത്ത മഴ തുടർന്നാൽ വയനാട്ടിലെ പല ഭാഗത്തും സ്ഥിതി ആശങ്കാജനകമാകും.